ശ്രീല മാം നമസ്കാരം. നമസ്തേ. മലയാളത്തിലെ ഒരു യുവനടൻ, ഒരു ജനപ്രിയനായ ഒരു നടൻ, സ്വന്തം വഴിവെട്ടി വന്ന നടൻ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു. വൈകിട്ട് 6 മണിക്ക് നടനെതിരെ ഒരു പീഡന പരാതി വരുന്നു. പീഡന കേസിലെ 6ാം പ്രതിയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരി പറയുന്നത് തൻ്റെ ഭർത്താവും മകനും ഉറങ്ങുന്ന ഫോട്ടോ തന്നെ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. നിവിൻ പോളിയുടെ ഗുണ്ടകൾ തന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നു, ഭീഷണികളുമായി വരുന്നു. മകനെയും ഭർത്താവിനെയും പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുമെന്ന് പറയുന്നു. എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. പക്ഷേ നിവിൻ പോളി എന്നെ പീഡിപ്പിച്ചു, ശാരീരികമായും മാനസികമായും. നിവിൻ പോളി പറയുന്നു, ഈ പരാതിക്കാരി എനിക്കറിയത്ത് പോലുമില്ല, ഞാൻ ഒരു സോഷ്യൽ മീഡിയ വഴിയും ഇവരോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ എന്താണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്? സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി പലരും ഇത് പല തരത്തിലുള്ള ആരോപണങ്ങളുമായി വെളിച്ചത്ത് വരുന്നു. ഇതിപ്പോ ആരോപണങ്ങൾ കൂടിക്കൂടി വരികയും ആരോപണങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ കാണുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ പോലും രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്കറിയാം, നിവിൻ പോളിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ പറയപ്പെടുന്നതൊക്കെ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നത് സാധാരണ ആളെന്ന രീതിയിൽ ചിന്തിച്ചാൽ പോലും സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ പറ്റും. കാരണം നിവിൻ പോളിയെ പോലെ ഒരാൾ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അത്ര ബുദ്ധിയില്ലാത്ത ആളാണ് നിവിൻ പോളി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് മാത്രമല്ല, ഇവർക്കൊക്കെ ഇത്രയേറെ സമയമുണ്ടോ, ഒരാളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ വേണ്ടി ഇത്രയേറെ സമയമുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ ചോദ്യം. ഇതിനു മുമ്പും 1 മാസം മുമ്പും ഇതേപോലത്തെ ഒരു പരാതി വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരാതിയിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ആ പരാതിയിൽ ഒന്നുമില്ല, ഇത് കണ്ട പോലീസ് മൊഴിയെടുത്ത ശേഷം അവസാനിപ്പിച്ച കേസാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും ഒന്ന് പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നതാണോ എന്ന് അറിയില്ല. അതും ഇവർ പറയുന്ന കഥകളിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട്. ഇവർ ആദ്യം പറയുന്നത് ഇവർ ഗൾഫിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. ഗൾഫിലെ ഒരു ഹോട്ടലിൽ പോകുന്നു. ആദ്യം ഈ നിർമ്മാതാവ് എന്ന് പറയുന്നത് സുനിൽ എന്നാണ് എന്റെ ഓർമ്മ. സുനിൽ എന്ന് പറയുന്ന ആൾ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്നു. എങ്കിൽ അപ്പോഴേ പരാതി നൽകേണ്ടതല്ലേ? അതിനുശേഷം 2, 3, 4 ദിവസങ്ങൾ വീണ്ടും ബലാത്സംഗത്തിന് ഇരയാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് നമുക്ക് മനസ്സിലാക്കാം, ആ കേസിൽ പോലും നീതി കിട്ടിയിട്ടില്ല. സൂര്യനെല്ലി കേസിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ അവരുടെ കസ്റ്റഡിയിലായിരുന്നു പെൺകുട്ടി. അന്നത്തെ കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ ഈ വാർത്താവിനിമയ സംവിധാനങ്ങളോ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ആ സമയത്ത്, അത് മാത്രമല്ല, ഇടുക്കി പോലൊരു പ്രദേശത്ത് ജനിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധം വളരെ കുറവാണ്. ചെറിയ പെൺകുട്ടിയാണ്. പിന്നെ 5, 6 കിലോമീറ്ററിലൊക്കെയാണ് അന്നൊക്കെ കാലത്ത് ഇടുക്കിയിലൊക്കെ വീടുണ്ടായിരുന്നത്. ആ പെൺകുട്ടി അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നത് കൊണ്ട് അതുപോലും പറയുന്നത് മുഖവിലക്കെടുക്കാത്ത ജനങ്ങളുണ്ട്. പക്ഷേ ആ പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇപ്പോ ഒരു പ്രാവശ്യം ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ, ആ ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ തന്നെ ഏതായാലും ആദ്യം ബലാത്സംഗം ചെയ്യുമ്പോൾ മനസ്സിലാകുമല്ലോ ഇത് പറ്റിക്കപ്പെടുകയാണ്. അപ്പോ പറ്റിക്കപ്പെടുകയാണ്, അല്ലെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലായാലും എന്തുകൊണ്ടാണ് അന്ന് പരാതി കൊടുക്കാതിരുന്നത്? അതിനുശേഷം 1 മാസം മുമ്പ് ഒരു പരാതിയുടെ രൂപത്തിലൊരു പരാതി റൈസ് ചെയ്യുകയും അതിനുശേഷം ഇപ്പോ വീണ്ടും അത് വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇത് തുറന്നു പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തു വരികയും ചെയ്യുമ്പോൾ ആ പരാതിക്കാരിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവുന്നത്. ഇനി അതുമല്ല, ഇന്നലത്തെ നമുക്ക് നിവിൻ പോളി വളരെ കൃത്യമായി തന്നെ മറ്റൊരു നടന്മാരും കാണിക്കാത്ത ചങ്കുറ്റം കാണിച്ചൊരു നടനാണ്. കാരണം നിവിൻ പോളി ഒരു 2 മണിക്കൂറിനകം തനിക്കെതിരെ ഉയർന്ന അലിഗേഷൻ വന്ന 2-2.5 മണിക്കൂറിനകത്ത് മാധ്യമങ്ങളെ വിളിച്ചു കാണുന്നു. താൻ എവിടേക്കും പോകുന്നില്ല, താൻ ഇവിടെ തന്നെയുണ്ട്. ആ ശരീരഭാഷയും ആ കോൺഫിഡൻസും ഇനിയും മാധ്യമങ്ങളെ കാണുമെന്നും താൻ എങ്ങോട്ടും പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതിനെ വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് തരമില്ല. കാരണം ഈ നേരത്തെയും പരാതി കൊടുത്ത് പോലീസ് അന്വേഷിക്കുമ്പോൾ വിശ്വാസ്യത ഇല്ല, അല്ലെങ്കിൽ ഇതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കി മടക്കിപ്പോയ ഒരു പരാതി വീണ്ടും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അതിൽ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. അത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി പരാതികൾ വരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് യഥാർത്ഥ വന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഒക്കെ സംബന്ധിച്ച്, പല ജൂനിയർ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ പരാതികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ വരുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഭാഗ്യലക്ഷ്മി പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു വാർത്താ സമ്മേളനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിൽ 2 പെൺകുട്ടികൾക്കെതിരെ മറ്റൊരു പെൺകുട്ടി വന്ന ആരോപണം ഉന്നയിക്കും, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയും മാധ്യമങ്ങൾ അവരുടെ പേര് കൊടുക്കുകയും ഒക്കെ ചെയ്തു. മാധ്യമങ്ങൾക്കടക്കം ആരുടെ പേര് കൊടുക്കണ്ട എന്നത് അവർക്ക് വ്യക്തമായി അറിയാം. എന്നാൽ റിമയുടെ വിഷയം വന്നപ്പോൾ ഇന്നലെ ഞാൻ അതിശയിച്ചു പോയി. റിപ്പോർട്ടർ ചാനൽ റിമയുടെ വാർത്ത ക്യാരി ചെയ്ത് എങ്ങനെയാണ്? ഇന്നലെ റിമ പരാതി കൊടുത്തപ്പോഴാണ് ഇങ്ങനെ സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു എന്ന വാർത്ത കൊടുത്തത്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. കേട്ടാലുടൻ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് റിമ കല്ലിങ്കലിന്റെ വിശ്വാസമാണ്, രേവതിയെ വിശ്വാസമാണ്.
പക്ഷേ മറ്റു നടന്മാരെയും നടിമാരെയും ആരോപണ വിധേയരാകുന്നവരെയും മോഹൻലാൽ മറുപടിയെയും ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ മറുപടിയോ മോഹൻലാലിന്റെ മറുപടിയോ ഒന്നും തന്നെ വിശ്വാസമല്ല. അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ വിഷയത്തിൽ ഈ പരാതിക്കാരി പറയുന്നത് മയക്കുമരുന്ന് നൽകി തന്നെ റൂമിനകത്ത് തന്നെ പൂട്ടിയിട്ടിരുന്നു. മാത്രമല്ല ഫോണുകളൊക്കെ നിവിൻ പോളി എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ട് തൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. നിവിൻ പോളി തുടക്കത്തിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരാതി പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതിന്റെ പിന്നിൽ കുറച്ചു പേരെ ഇല്ലാതാക്കാനായി ആരെങ്കിലും സിനിമയ്ക്കുള്ളിൽ നിന്നുള്ളവർ തന്നെ ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കുതികാല് വെട്ടാവുന്ന സ്ഥലമാണല്ലോ സിനിമ. നമുക്കിപ്പോ ഇന്ന് മുതൽ തുടങ്ങിയതല്ലല്ലോ ഇത്, നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ചെറിയ ജോലി പോലെയല്ല, പണത്തിന്റെ ആധിക്യമുള്ള ഒരു മേഖലയാണ്. അവിടെ ആരെയെങ്കിലും ഒക്കെ വെട്ടിക്കയറ്റിക്കൊണ്ട് പോകണമെന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ പലരും പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലർ നടത്തുന്ന കളികളാവാം, ചിലർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയാണ് അലൻസിയറിനെതിരെ ഒരു പരാതി വന്നതും പരാതി എടുത്തതും. കമലിനെതിരെ ഇതുവരെ പരാതി എടുത്തിട്ടില്ല, പരാതി വന്നിട്ടില്ല. വന്ന പരാതി പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ സംബന്ധിച്ച പരാതിക്കാരി ഇപ്പോൾ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അത് സെറ്റിൽ ചെയ്തു എന്നാണ് അന്ന് കമൽ പറഞ്ഞത്. അപ്പോ ഇത് സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഘട്ടത്തിൽ നിവിൻ പോളിയെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം മറ്റാരും ചെയ്തതുപോലെയല്ല നിവിൻ പോളി. മറ്റുള്ളവരൊക്കെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനും മറ്റു പോകുമ്പോൾ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ എങ്ങനെ ചെയ്ത് പറയാനുള്ള നിവിൻ പോളിയുടെ ചങ്കൂറ്റവും ശരീരഭാഷയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിവിന് പേടിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ്. അത് മാത്രമല്ല നിവിനെടുത്തോളം എനിക്ക് തോന്നുന്നു നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം നിവിൻ പോളി ഒറ്റയ്ക്ക് സിനിമാ രംഗത്ത് വന്ന ഒരാളാണ്. മാതാപിതാക്കളുടെ ഒന്നും പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രിവിലേജിന്റെ ഭാഗമല്ലാതെ എത്തിയ ഒരു നടനാണ്. അപ്പൊ ആ നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാക്കും പ്രസക്തമാണ്. ഒറ്റയ്ക്കാണെങ്കിലും താൻ പൊരുതും എന്നാണ്. അത് വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. അതിൽ അദ്ദേഹത്തെ തൽക്കാലം അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഈ പരാതിക്കാരി തെളിവുകളൊന്നുമില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം നടന്നതെന്ന് പറയുന്നു. ഈ ഡിസംബറിൽ നടന്ന സംഭവത്തിന്റെ തെളിവ് കയ്യിലില്ല, ഫോൺ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ അത് ആർക്കും ഉന്നയിക്കാവുന്ന ആരോപണമാണ്. തന്റെ ഫോൺ കൊണ്ടുപോയി എന്നൊക്കെ. ഫോൺ കൊണ്ടുപോയാലും മെയിലും ബാക്കിയുള്ള സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഇത് റിക്കവർ ചെയ്യാനും ഒക്കെ പറ്റും ഫോൺ നമ്പർ വെച്ച്. ഒന്നും വേണ്ടല്ലോ, ഫോൺ എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ സിം വെച്ച് വേറൊരു ഫോണിലേക്ക് ഇടുമ്പോൾ അതിൽ വാട്സപ്പ് അടക്കം റെസ്യൂം ചെയ്യാവുന്നതല്ലേ, അതിലെ പഴയ ബാക്കപ്പ് ചാറ്റുകൾ അടക്കം എടുക്കാവുന്നതാണല്ലോ. അപ്പൊ ഈ പരാതിക്കാരി പറയുന്നതിൽ എത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. പോലീസ് അതിന്റെ അന്വേഷണം നടത്തട്ടെ. ഈ ഘട്ടത്തിൽ ഏതായാലും നിവിൻ പോളിയെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ല. അതിന് നിവിൻ പോളിക്ക് ഒരു ആനുകൂല്യം നമ്മൾ തൽക്കാലം നൽകേണ്ടതുണ്ട് എന്നാണ് എന്റെ പക്ഷം. ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം രാധിക ശരത് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒളിക്യാമറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതിലവർ പറയുന്നുണ്ട്, മോഹൻലാൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ സെറ്റിൽ ഇത് നടന്നോ എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇത്തരം താരരാജാക്കന്മാർ അറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. രാധിക ശരത് കുമാറും കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്, തനിക്ക് നേരിട്ട അനുഭവങ്ങൾ. അതിനെങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ രാധിക ശരത് കുമാറിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതല്ലേ? അവരെ സംബന്ധിച്ച് അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അവരെ പോലുള്ള ഇപ്പൊ നമുക്കറിയാം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ പ്രതികരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെ അവർക്ക് പേടിയുണ്ടാകും, അവർക്ക് പ്രിവിലേജിന്റെ പിൻബലമില്ലൊക്കെ ഇല്ല, അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ രാധിക ശരത് കുമാറിനെ പോലെ ഒരാൾ അത്തരത്തിൽ പ്രതികരിക്കേണ്ടതാണ്. പിന്നെ ഈ സിനിമാ നടന്മാരുടെയും മുഖ്യ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഏതൊക്കെ സിനിമാ സെറ്റുകളിലായിരിക്കുമെന്നോ എത്ര സമയം അവിടെ ചെലവഴിക്കുമെന്നോ നമുക്കറിയില്ല. ഞാൻ പൃഥ്വിരാജിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയിരുന്നു. പൃഥ്വിരാജിന്റെ ഭാഗം എടുക്കുന്ന ആ സമയമാകുമ്പോഴാണ്, അന്ന് പൃഥ്വിരാജ് നടൻ മാത്രമാണ്, നിർമ്മാതാവോ സംവിധായകനോ ഒന്നുമല്ല, 2010 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ആ സിനിമയുടെ സെറ്റിലേക്ക് പൃഥ്വിരാജ് വരുന്നത് നേരെ എയർപോർട്ടിൽ നിന്ന് വരുന്നു, പൃഥ്വിരാജ് കാരവാനിലെ ഡ്രസ്സ് മാറുന്നു, കഥാപാത്രമാകുന്നു, അഭിനയിക്കുന്നു എന്നാണ്. അപ്പോ ആ കൃത്യസമയത്ത് അവിടെ എത്തുന്നു, അഭിനയിക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നടക്കുന്നത്. ഈ മോഹൻലാൽ അടക്കമുള്ളവർക്ക് ഒരുപാട് സിനിമകളുടെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ അവിടെ വരുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാകും. ടെക്നീഷ്യൻസിനെ പോലെയല്ല. അവിടെ ടെക്നീഷ്യൻസ് എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകണമെന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ധന്യെ, നമ്മളൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, ടെക്നീഷ്യന്മാർ എന്താ ചെയ്യുന്നത് നമുക്കറിയാനുള്ള മാർഗമില്ല. നമ്മൾ ചിലപ്പോൾ ടെക്നോളജിക്കലി അത്ര അപ്ഡേറ്റ് ആവില്ല.
ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് അതിനെ ചെയ്യാൻ കഴിയും. കാരണം എനിക്കറിയാം, ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ ഞാനും എന്റെ DTP ഓപ്പറേറ്ററുമായി ഉടക്കിയ ഒരു സമയത്ത്, എന്റെ തുടക്കകാലത്താണ്, ഞാൻ ട്രെയിനി ആയിരിക്കുന്ന സമയത്താണ്, ഉടക്കിയ സമയത്ത് കൊടുക്കുന്ന റിലീസിൽ ഇപ്പോൾ SFI എന്നുള്ളത് ഇംഗ്ലീഷിലാണെങ്കിൽ അയാൾ ഇംഗ്ലീഷിൽ അടിച്ച് അതേപോലെ ഇംഗ്ലീഷിൽ മലയാളം പത്രത്തിൽ പോകേണ്ട വാർത്തയെ SFI എന്ന് അടിച്ചു വെച്ചുകൊണ്ട് എന്നോട് ദേഷ്യം തീർക്കാൻ നടത്തിയ ഒരു ശ്രമം എനിക്കറിയാം. ഞാൻ തക്ക സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ അടിക്കുന്ന കണ്ടതുകൊണ്ടാണ് എനിക്കത് കൃത്യമായി മനസ്സിലാവുകയും തക്ക സമയത്ത് ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്ത് അയാൾ അവിടെ നിന്ന് എന്നോട് വഴക്കിട്ട് ഇറങ്ങിപ്പോവുകയും ഞാൻ വിദ്യാഭ്യാസമുള്ള DTP ഓപ്പറേറ്റർ മതി എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിപ്പോവുകയും പിറ്റേ ദിവസം വന്ന് ക്ഷമ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇയാൾ, രണ്ടുപേരിൽ ഒരാളെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അയാളാണ് വർക്കെങ്കിൽ നിങ്ങൾ അയാളെ നിർത്തിക്കോളൂ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഏതായാലും അവർ അതിന് തയ്യാറായില്ല, എന്നെ അവിടെ നിലനിർത്തുകയും അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെയല്ലേ മനുഷ്യർ പ്രതികരിക്കേണ്ടത്? എന്റെ ട്രെയിനിങ് കാലഘട്ടത്തിലാണ്, അല്ലാതെ ഞാൻ ട്രെയിനിങ് അല്ലാതിരിക്കുന്ന കാലഘട്ടത്തിലോ സ്ഥിരമായ ഒരു സ്റ്റാഫ് ആയിരിക്കുന്ന കാലഘട്ടത്തിലോ അല്ല ഈ സംഭവം ഉണ്ടായത്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആർജവത്തോടെ എന്നും പറയാൻ കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയില്ലേ, എല്ലാ വിഷയത്തിലും നമ്മൾ എന്തിനാണ് സ്ത്രീകൾ ഇരവാദം മുഴക്കുന്നത്? ഇനിയെങ്കിലും ഇനി അതിന്റെ ആവശ്യമില്ലെന്നേ. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു, അവർ വീടുകളിൽ നിന്ന് പുറം ലോകം കാണുന്നില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ ഏത് കാലഘട്ടത്തിലും ഇപ്പൊ എങ്ങനെയാണ്, നമ്മൾ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ മാറ്റം വരികയല്ലേ. നമ്മൾ കുറച്ച് സീനിയർ ആകുമ്പോൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ധൈര്യവും ബലവും ഒക്കെ വരും. ഇനി നമ്മൾ ഒരിക്കലും ഇരവാദം മുഴക്കരുത്. നമുക്ക് നേരെ വരുന്ന ഏത് പ്രശ്നത്തെയും അഡ്രസ് ചെയ്യണം. ആ അഡ്രസ് ചെയ്തത് കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ നിന്ന് ബഹളം വെച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഇരവാദം മുഴക്കിയിട്ടോ അത്തരത്തിൽ പീഡിപ്പിച്ചോ പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. അവിടെ നമ്മൾ പുലർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട, സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീ ഇരയാക്കപ്പെടേണ്ടവളല്ല എന്നും സ്ത്രീക്ക് സ്ത്രീയുടേതായ സ്വത്വമുണ്ടെന്നും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇവരൊക്കെ പറയുന്നത് ശരിയാണ്. ആ സമയത്ത് നമ്മൾ പകച്ചു പോകും. നമ്മൾ ഒരാൾ പെട്ടെന്ന് കയറി പിടിക്കുകയോ വല്ലതും ചെയ്താൽ നമ്മൾ പകച്ചു പോകുമായിരിക്കും. ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരിക്കും. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ബോൾഡായി ചെറുപ്പകാലം മുതൽ എന്റെ അമ്മയും അച്ഛനും അങ്ങനെ വളർത്തുന്നതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ, പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് ഒന്നും എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള പേടികൾ ഉണ്ടായതായി എനിക്ക് ശരിയാണ്, പേടി ഉണ്ടാകുമായിരിക്കും. കാരണം നമ്മളിപ്പോ മനുഷ്യരല്ലേ, നമുക്ക് പേടി ഉണ്ടാകുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴെങ്കിലും നമുക്ക് പറയണ്ടേ, കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ മുക്തരാവേണ്ടേ? അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ പരാതിപ്പെടണ്ടേ? അപ്പൊ ഇന്നലെ ഒരു ഗീത പൊതുവാൾ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അവര് ഒരു കഥ പറയുന്നത് കേട്ടോ. അവർ ഇതുപോലെ തന്നെ സിനിമാ സെറ്റിൽ, അതായത് സംവിധായകന്റെ പേര് മറന്നുപോയി, ഒരു സിനിമാ സെറ്റിൽ നടന്ന സംഭവത്തെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് അഭിനയിച്ച വെള്ളി വെളിച്ചം എന്ന സിനിമയെ കുറിച്ച് ആ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അവരുടെ റൂമിന്റെ തൊട്ടിപ്പുറത്ത് ഒരു പെൺകുട്ടി, അതായത് ഒരു ജൂനിയർ ഡാൻസർമാരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രം റൂം നൽകി. നിരവധി ഡാൻസർമാരുടെ കൂട്ടത്തിലുള്ളതാണ്. ആ പെൺകുട്ടിയെ മാത്രം ഒറ്റയ്ക്ക് താമസിപ്പിക്കുകയും അതിനുശേഷം പ്രൊഡ്യൂസർ വന്ന് കതകിന് തട്ടുകയും ചെയ്തു. കതകിന് തട്ടിയ സമയം തന്നെ തൊട്ടിപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന ഇവർ ഓഡിറ്റ് ഓഫീസറൊക്കെയാണ്, അതുകൊണ്ട് ഇവർ ചില ധൈര്യശാലിയായിരുന്നു. ഇവരെ ആ കുട്ടി വിളിക്കുകയും ആ കുട്ടി ബഹളം വെക്കുകയും ചെയ്തു. ഇവർ അവിടെ ചെന്ന് അവരെ സമാധാനിപ്പിച്ചു. അതിനുശേഷം 2 ദിവസത്തിനകം ആ പെൺകുട്ടി ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു, അഭിനയിപ്പിച്ചില്ല. അതിന്റെ കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പെൺകുട്ടി കൃത്യമായി റെസിസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അതിന് വേഷമില്ലാതായി പോയത്. എങ്കിലും ആ കാണിച്ച അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ ബഹുമാനിക്കണം. അതിന് പകരം നമ്മൾ എന്നും ഇരവാദം മുഴക്കി, എനിക്ക് പണ്ട് ഇങ്ങനെ സംഭവിച്ചു, 15 പേര് അന്ന് എന്നെ കയറി പിടിച്ചു, അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്താണ് കാര്യമെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. 28 പേർ ഇവിടെ പേര് പറയാനുണ്ട്. പല സെറ്റുകളിൽ നിന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പല സെറ്റുകളിൽ ഉണ്ടാവില്ലല്ലോ. ഒരു സെറ്റിൽ നമ്മൾ മോശം അനുഭവം ഉള്ളിടത്ത് നമ്മൾ കൃത്യമായി നമ്മുടെ നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ എങ്ങനെയാണ് പല സെറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ജോലി ഓഫ് കോഴ്സ് ആവശ്യമാണ്. അത്തരത്തിലുള്ളവർ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ നമ്മളെ വിളിക്കുമെന്നേ, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊന്നും കീഴ്പ്പെട്ട് കിടക്കേണ്ട കാര്യമില്ല. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പോലും എല്ലാ പെണ്ണുങ്ങൾക്കും ജീവിക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥയുള്ള കാലഘട്ടമാണ്. ഈ നടിമാരൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ടാലന്റ് ഉള്ളവരാണെങ്കിൽ അവർക്കൊരു യൂട്യൂബ് മാത്രം മതി ജീവിക്കാൻ. ഇങ്ങനെ പോയിട്ട് ആരുടെയെങ്കിലും പീഡനമേക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഒരു സിനിമാ സെറ്റിൽ എത്തുമോ, ഞാൻ ചോദിക്കട്ടെ തന്നെ, ഞാൻ ഇതിൽ സ്ഥാപനത്തിലുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിലെ പെൺകുട്ടികളുമായി ഏറെ ബന്ധമുള്ള ഒരാളായിരിക്കും. എല്ലാ സ്ത്രീകളും ഒരുമിച്ച്, അതിൽ ചിലതൊക്കെ കരിങ്കാലികളാവും, മാറിപ്പോകും. എങ്കിലും ഒരു സിനിമാ സെറ്റിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടാവും? മാക്സിമം ഉണ്ടാകുന്ന സ്ത്രീകളെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും തമ്മിൽ ഒരു കോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരു അടുപ്പവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റു പെൺകുട്ടികളുടെ കൂടി അഭിപ്രായവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം തേടിക്കൊണ്ട് പോയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുമോ? അതല്ല, ചിലരെങ്കിലും ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആരെയെങ്കിലും ഒക്കെ സോപ്പിട്ടും ആരുടെയെങ്കിലും ഒക്കെ ഓമനകളായും ആരെങ്കിലും ഒക്കെ ബന്ധം പുലർത്തിയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും. അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ബാക്കിപത്രമാണ് ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള പരാതികളെല്ലാം. നമ്മൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കരുത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കാണ്
കൊടുക്കാൻ വേണ്ടി സെറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ത്രീകളുടെ കൂട്ടായ്മകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ നന്ദി. ിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.